ഉമ്മൻചാണ്ടി സാറ് ദൈവമായി. ഓർത്തഡോക്സ് സഭയ്ക്ക് പുതിയ ഒരു അന്ധവിശ്വാസ ചന്ത കൂടെ തുറന്നു കിട്ടിയിരിക്കുന്നു. സന്തോഷം. സ്വാഗതം, വെൽക്കം. ഒരു വീഡിയോയുടെ ഏതാനും ഭാഗങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നതാകും ഉചിതം. അതുകൊണ്ട് നമുക്ക് നേരെ മുഖവുരി ഒന്നുമില്ലാതെ തന്നെ ആ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. രണ്ടായിരത്തി 22 MRI സ്കാനിൽ ഇത് നട്ടലിന് തകരാറുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും മാറാത്ത ഒരു രോഗവുമായി ആശുപത്രികൾ കയറിയിറങ്ങിയ രണ്ടുപേർ. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ ജെയിംസ്. നട്ടല് അടുത്തിട്ട് പുറത്തേക്ക് തള്ളി മറ്റേ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു, ഞരമ്പും പേടി കിടക്കുന്നു. ഇത് ഓപ്പറേഷൻ ചെയ്യാനോ പറ്റത്തില്ല. ഓപ്പറേഷൻ ചെയ്താൽ ഒന്നെങ്കിൽ ആൾ മരിക്കും. കഥാപാത്രങ്ങൾക്ക് വലിയ പ്രസക്തിയില്ലാത്തൊരു കഥയാണ് പുതുപ്പള്ളി പള്ളിയിൽ നിന്നും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ തന്നെത്താൻ മുട്ടുമെന്ന് എണീറ്റ് വരുന്ന ഒരു ഭാഗമാണ് ഞാൻ കണ്ടത്. എണീറ്റിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, ഇപ്പൊ എനിക്ക് ഒരു രോഗമില്ല, എൻ്റെ നടുവേദനയെല്ലാം മാറി, എന്തോ ചെറിയ സൗണ്ട് എൻ്റെ മുട്ടുമ കല്ലറയിൽ ചുംബിച്ച് എണീക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിലേക്ക് നേരിട്ട് ബാധിക്കാത്തിടത്തോളം കാലവും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കെട്ടുകഥകൾ മാത്രമായിരിക്കും. നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ്. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പുതുപ്പള്ളി. ഉമ്മൻചാണ്ടി ഇല്ലാത്ത 2 വർഷങ്ങൾ. കേരളക്കര അന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഉമ്മൻചാണ്ടി എന്ന് തന്നെയാണ്. खारे पानी ने आपके बाथरूम को भी बर्बाद कर दिया है क्या? वाइट लेयर. ഇപ്പോൾ ഉമ്മൻചാണ്ടി ദൈവമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത്. അത് പ്ലേ ചെയ്തപ്പോൾ ആ ഭാഗം കൈവിട്ടു പോയി, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഉമ്മൻചാണ്ടി ജനപ്രിയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം നിസ്വാർത്ഥമായ സേവനം ചെയ്തു. അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ ശരിയാണ്. എന്നാൽ അദ്ദേഹത്തോട് ഈ കടുങ്കൈ ചെയ്യണമോ എന്ന് നാം ആത്മാർത്ഥമായി ചോദിക്കണം. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്ന അംഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ്റെ പേരിൽ ഇത്രമാത്രം കള്ളം, അസത്യം പറഞ്ഞ് പരത്തുമ്പോൾ അയാളോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അനീതിയാണ്, അദ്ദേഹത്തിന് സഹിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ അപമാനമാണ്. അദ്ദേഹത്തെ ശവത്തെ കുത്തുന്നതിനേക്കാൾ ഹീനമായൊരു പ്രവൃത്തിയാണിത് എന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാതെ പോകുന്നത്? അല്ലെങ്കിൽ മനസ്സിലാകുന്നുവെങ്കിൽ അതിനനുസരിച്ചൊരു നിലപാട് രൂപീകരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടിരിക്കുന്നത്, പിന്മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നാം അറിയേണ്ട, ചിന്തിക്കേണ്ട ചില ഭാഗങ്ങൾ, ചില വശങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു നികൃഷ്ടമായ, കേരളത്തെ ആകമാനം ലജ്ജിപ്പിക്കേണ്ട സംരംഭത്തെ അല്പം പരാമർശിക്കുവാൻ ഞാൻ എൻ്റെ സമയം ഉപയോഗിക്കാം. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഓർത്തഡോക്സ് സഭ ഉമ്മൻചാണ്ടിയോട് കടുത്ത അമർഷം പാലിച്ചിരുന്നു. അതിൻ്റെ കാരണവും നമുക്കറിയാം. ഈ സഭയും യാക്കോബ സഭയും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ ഓർത്തഡോക്സ് സഭയുടെ അംഗമായിരുന്നിട്ടും അദ്ദേഹം ഓർത്തഡോക്സ് സഭയ്ക്ക് ഗുണകരമാകുന്ന വിധത്തിൽ പക്ഷാഭേദപരമായ ഒരു നിലപാടെടുത്തില്ല. സഭയുടെ ഇംഗിതമനുസരിച്ച് സഭയുടെ ലാഭത്തെ ലാക്കാക്കി അദ്ദേഹം ചവിട്ടുനാടകം കളിച്ചില്ല എന്നതുകൊണ്ട് വളരെ അധികം വൈരാഗ്യബുദ്ധിയോടെ പൊതുവായി അദ്ദേഹത്തെ പുറകെ നടന്ന് അപമാനിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മളാരും മറന്നിട്ടില്ല. എന്ന് മാത്രവുമല്ല, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സെൻറ്റ് ജോർജ് പള്ളി, അതായത് പുതുപ്പള്ളിയിലെ ഓർത്തഡോക്സ് പള്ളിയായ സെൻറ്റ് ജോർജ് പള്ളിയിൽ ഒരു ശിശുവായിരുന്ന ഉമ്മനെ
അവിടെ മാമോദീസ മുക്കിയതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ ശാപമെന്ന് ഉച്ചൈസ്തരം വിളിച്ചു പറയുകയും അത് കേട്ടിരുന്ന വിശ്വാസികൾ വളരെ ശബ്ദമേറിയ കരഘോഷത്താൽ അതിനെ പിന്താങ്ങുകയും ചെയ്തതാണ്. അത് നാം മറന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം മരിച്ചപ്പോൾ ഇദ്ദേഹം പുണ്യവാളനായത്? പുണ്യവാളനല്ല, ഇപ്പോൾ ഈ ജോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമായത് എന്ന് നാം ആലോചിക്കണം. ഇദ്ദേഹത്തെ അടക്കം ചെയ്തപ്പോൾ സെൻറ്റ് ജോർജ് പള്ളി കാര്യമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം 10,000-ൽ പരം ആളുകൾക്ക് ഉച്ചയൂണ് കൊടുത്തു. അത് ഒരു വലിയ ചിലവാണെങ്കിലും അത് കാര്യമായ ഒരു മുതൽക്കൂട്ടുണ്ടാക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അപ്രകാരമുള്ള ഒരു പരിപാടി നടത്തിയത് എന്നതും അന്ന് എല്ലാവർക്കും തിരിച്ചറിവുള്ളതാണ്. ഇപ്പോഴും നാം ഓർക്കുന്ന ഒരു വിഷയമാണ്. ഇതിനൊക്കെ വഴിയൊരുക്കാൻ കാരണം ഉമ്മൻചാണ്ടിയുടെ ശവമടക്കം സംബന്ധിച്ച് കേരളത്തിലെ ജനം അദ്ദേഹം ഈ സംസ്ഥാനത്തിന് നൽകിയ വിലയേറിയ സംഭാവനകളെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ കരുതുകയും എല്ലാവർക്കും എപ്പോഴും തന്നെ സമീപിക്കാമെന്ന വിധത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകളും ജനങ്ങളെ അത്രമാത്രം സന്തോഷിപ്പിച്ചതുകൊണ്ട് അവിടെ നന്ദി സൂചകമായി ജനലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ പങ്കെടുത്തത് അതിലൊരു കച്ചവട സാധ്യത പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് സഭ ഉടനെ ഒരു അന്ധവിശ്വാസ ചന്ത പള്ളിയുടെ മുമ്പിൽ തന്നെ ആരംഭിക്കാനുള്ള നല്ല സ്കോപ്പുണ്ട് എന്ന് കണ്ടുപിടിച്ചു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതുവരെയും ഈ പള്ളിയുടെ ശാപമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പരക്കെ വിളിച്ചു പറഞ്ഞ സഭ പെട്ടെന്ന് അദ്ദേഹത്തെ പുണ്യാളനാക്കാനായി ഒരുമ്പെടുന്നത് ഉമ്മൻചാണ്ടിയിൽ പ്രത്യേകമായ എന്തെങ്കിലും കണ്ടിട്ടല്ല, ഉമ്മൻചാണ്ടിയുടെ ശവത്തിൻ്റെ പുറത്ത് നല്ല ഒരു ചന്ത സ്ഥാപിക്കാം എന്ന ഒരേ ഒരു തിരിച്ചറിവിലാണ്. എന്നത് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം കേരളത്തിലെ ജനത്തിൻ്റെ ബുദ്ധി മങ്ങിപ്പോയിട്ടില്ല. അത്ര പൊട്ടന്മാരല്ല കേരളത്തിലുള്ളവർ. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശവമാണെങ്കിലും എല്ലും കഷ്ണമാണെങ്കിലും ചെരുപ്പാണെങ്കിലും തേഞ്ഞു പോയ ടൂത്ത് ബ്രഷ് ആണെങ്കിലും ഇട്ടിരിക്കുന്ന അണ്ടർവെയർ ആണെങ്കിലും ഉപയോഗിച്ച് ആർക്കൊക്കെ ജനപ്രീതിയുണ്ടോ അവരുടെയൊക്കെ അണ്ടർവെയർ പോലും ഉപയോഗിച്ച് സഭയ്ക്ക് വരുമാനമുണ്ടാക്കാൻ ഉള്ള പരിപാടി ആവിഷ്കരിക്കുന്നത് ലജ്ജയില്ലാതെ വിശ്വാസികളെ മൊണ്ണകളാക്കി അത് സഭയുടെ വലിയ ഭീമമായ ആദായമാക്കി മാറ്റുന്ന തികച്ചും അപഹാസ്യയോഗ്യമായ നീചമായ ഒരു കാൽവയ്പ്പാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വാസ്തവത്തിൽ ഇത് പുരോഹിത വർഗത്തിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ പുറകെ നടന്ന് അപമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ചങ്ക് തകരുമാറ് അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്ത ശേഷം ചത്ത് ശവമായി കഴിഞ്ഞാൽ അതും ഞങ്ങളുടെ താല്പര്യത്തിന് ഉതകുന്ന ഒരു പദാർത്ഥമായി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാമെന്ന് മിടുക്ക് കാണിക്കണമെങ്കിൽ 5.5 മീറ്റർ തുണിയെടുത്ത് ഇടുന്നത് കൊണ്ട് മാത്രം നാണമുണ്ടാകേണ്ട ആവശ്യമില്ല എന്ന് ധരിക്കുന്ന ചില ഇരുകാലികൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജനം മനസ്സിലാക്കണം. ഇനിയും ഈ പാവപ്പെട്ട ജോസിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പൊടിഞ്ഞുപോയി. അങ്ങ് കാസർഗോഡ് ചെന്നാണ് ഇങ്ങനെ കള്ളം പറയാൻ മനസ്സുള്ള ഒരു ദമ്പതിമാരെ കണ്ടുപിടിച്ചത്. എന്തുകൊണ്ടാണ് ഈ പുതുപ്പള്ളിയിലുള്ള ആളുകൾക്കൊന്നും ഇപ്പോൾ ദൈവമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മീകമായ വീര്യത്തിൻ്റെ നല്ല ഗുണങ്ങൾ പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നത്? അത് ഉമ്മൻചാണ്ടി എന്ന പുതിയ ദൈവത്തിൻ്റെ വീര്യം ഏതാണ്ട് 300-400 കിലോമീറ്ററൊക്കെ അപ്പുറത്തുള്ളവർക്ക് മാത്രമേ പ്രയോജനം ചെയ്യത്തുള്ളൂ എന്ന് പല നിയമമല്ലോ ഉണ്ട്. ഇനിയും ഈ ജോസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവതരിപ്പിക്കുന്ന സംഭവത്തെപ്പറ്റി ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ
ഞാനും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അതായത് ജോസിൻ്റെ ഭാര്യ സഞ്ചരിച്ച വഴിയെ ഞാൻ അതിന് മുൻപേ സഞ്ചരിച്ചവനാണ്. 1981 മുതൽ കലശലായ സ്പോണ്ടിലോസിസ് കൊണ്ട് ഞാൻ നന്നേ തത്രപ്പെടുന്ന, ക്ലേശിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രമല്ല, 1992 ആയപ്പോൾ ആ അവസ്ഥ വളരെ മോശമായിട്ട് ഞാൻ 3 മാസം പരിപൂർണമായി തളർന്ന് കട്ടിലിൽ മാത്രം കിടന്ന ഒരവസ്ഥയിലായിരുന്നു. ജോസിൻ്റെ ഭാര്യയുടെ പ്രശ്നം എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായി പറയുന്നില്ല. നട്ടെല്ലിന് കേടുവന്നു അല്ലെങ്കിൽ കുഴപ്പം വന്നു എന്ന് പറയുന്നു. നട്ടെല്ല് വളരെ നീളമുള്ളൊരു കാര്യമാണ്. പ്രധാനമായും 2 ഭാഗമാണ്. ഒന്ന് ഈ തോളിന്, കഴുത്തിന് സംബന്ധമായ സെർവിക്കൽ എന്ന് പറയും ആ ഭാഗം. 2 ലംബാർ എന്ന് പറയും, അത് അരയോട് ചേർന്ന ഭാഗം. ഈ 2 ഇടങ്ങളിലാണ് ഇതിന് കേടുവരാറുള്ളത്. അതിൽ ലംബാർ റീജിയൻ അല്ലെങ്കിൽ അരയോടടുത്തുള്ള ഭാഗത്ത് നട്ടലിന് കേട് വന്നാൽ അത് വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല. ഏറ്റവും ക്ലേശമേറിയത് ഈ പുറത്തു വരുന്ന ഈ സെർവിക്കൽ റീജിയനിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതാണ് എന്നെ ബാധിച്ചത്. എൻ്റെ 3 സെർവിക്കൽ ഡിസ്ക്സ് ഡീജനറേറ്റ് ചെയ്ത് അത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഭാഗത്ത് നിന്ന് തെന്നി മാറി കലുഷമായ അസഹനീയമായ വേദനയും അതിനുശേഷം തളർച്ചയിലേക്കും പാരാലിസിസിലേക്കും എന്നെ കൊണ്ടെത്തിച്ചു. 3 മാസം ഞാൻ തല പൊക്കാൻ വയ്യാതെ ഇടത് കൈക്ക് അല്പം പോലും ചലനമില്ലാതെ ഞാൻ കട്ടിലിൽ കിടന്നതാണ്. ആ സമയത്തൊന്നും ഒരു ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനോ ഒരു പുണ്യവാളൻ്റെ പേരെടുക്കാനോ എൻ്റെ മനസ്സിൽ തോന്നിയില്ല. ആരും അങ്ങനെ എന്നെ ഒന്ന് സന്ദർശിച്ചുമില്ല. എന്നാൽ ആ കിടക്കയിൽ കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ മനുഷ്യബുദ്ധിയെ കവിയുന്ന എന്നാൻ പറയാറില്ലേ, അത് ആക്ഷരികമായി തീരത്തക്കവണ്ണമുള്ളൊരു പ്രത്യാശ സ്ഥിതി ചെയ്തിരുന്നു. ഞാനിനി ഒരിക്കലും ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കയില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാരുണ്ട്. സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റിനോട് പറഞ്ഞതാണ്, യു ഹാവ് ടു അക്സെപ്റ്റ് ദ ഫാക്ട് ദറ്റ് യു വിൽ നെവർ ബി ഏബിൾ ടു ഗെറ്റ് അപ്പ് അഗൈൻ എന്നവനോട് പറഞ്ഞതാണ്. അതിനുശേഷം ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇംഗ്ലണ്ടിൽ പോയി. അവിടുത്തെ ഒരു വളരെ പേരുകേട്ട ഒരു ന്യൂറോ സർജനായിരുന്ന ഡോക്ടർ മാർക്സ്, അദ്ദേഹവും എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, 3 ലെവലിൽ സ്പൈൻ പ്രോബ്ലം ഉണ്ട്. ഇത് സർജറി ചെയ്യാൻ വളരെ ക്ലേശമാണ്. അന്നത്തെ കാലത്ത് 1992 കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അത് സർജറി ചെയ്താൽ ഫലം 50-50. ചിലപ്പോൾ ആ ടേബിളിൽ നിന്ന് പിന്നെ എഴുന്നേൽക്കത്തില്ല എന്ന അവസ്ഥ കൂടെ സ്വീകരിക്കാൻ സമ്മതമാണ്, എഴുതി തരണം എന്ന് പറഞ്ഞ് ഞാൻ ചികിത്സയില്ലാതെ തിരിച്ചു വന്ന് അത് കട്ടിലിൽ അതേപോലെ കിടന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എഴുന്നേറ്റു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു ഉമ്മൻചാണ്ടി ദൈവവും സഹായിച്ചിട്ടല്ല, ഒരാൾ ദൈവവും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ല. പ്രകൃതി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ കാരുണ്യം പല വിധത്തിൽ മനുഷ്യരിലേക്ക് പ്രവഹിക്കും. അതിന് ആരുടെയും ഔദാര്യവും ആരുടെയും റെക്കമെൻഡേഷനും ആവശ്യമില്ല എന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇനിയും ഈ ദമ്പതിമാരുടെ സാക്ഷ്യം ഒന്ന് പരിശോധിച്ച് നോക്കും. അവരെന്താണ് പറയുന്നത്? അവർ റബ്ബർ വെട്ടുകാരാണ്. ഭർത്താവ് റബ്ബർ വെട്ടും അവരെ സഹായിക്കുന്നതാണ് ഭാര്യയുടെ ജോലി. അങ്ങനെ സഹായിച്ചുകൊണ്ടിരുന്നപ്പോൾ കാല് തെറ്റി അവർ ഉരുണ്ട് വീണു. അങ്ങനെ നട്ടലിന് കേടുവന്നു. അത് എവിടെയാണെന്ന് ഒന്നും പറയുന്നില്ല. കയ്യിൽ എക്സ്റേ ആണോ MRI ആണോ എന്നറിയില്ല. ഇങ്ങനെ സ്ത്രീ പിടിച്ചിട്ടുണ്ട്. അവർ ചികിത്സയ്ക്ക് പോയത് നാട്ടുവൈദ്യൻ്റെ അടുത്താണ് എന്നവർ പറയുന്നുണ്ട്. ഒരു നാട്ടുവൈദ്യനെ കൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന വിഷയമല്ലിത്. അവരാദ്യം ഒന്ന് മസാജ് ചെയ്തു, ഒന്ന് തിരുമ്മി വിട്ടു. വാസ്തവത്തിൽ മസാജ് ചെയ്യുന്നത് ഇതിൽ അപകടമാണ്. അവിടെ നിന്ന് വീണ്ടും പോയത് വേറൊരു നാട്ടുവൈദ്യൻ്റെ അടുത്താണ്. നാട്ടുവൈദ്യന്മാർ MRI ചെയ്യാൻ പറയില്ല, അവർക്കത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുമില്ല, നിങ്ങൾക്കറിയാം. എന്ന് മാത്രവുമല്ല, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശസ്ത്രക്രിയ മുഖാന്തരം സർജറി കൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള യാതൊരു കഴിവുമില്ല. അങ്ങനെ ഒരു വൈദ്യനാണ് ജോസിനോട് പറയുന്നത്, ഈ സർജറി ചെയ്താൽ ചത്തുപോകുമെന്ന് പറയുന്നത്. കാരണം അവൻ സർജറി ചെയ്താൽ ചത്തുപോകും, യാതൊരു സംശയവുമില്ല.
ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അനായാസമായി കൈകാര്യം ചെയ്യാവുന്ന വളരെ വളരെ സുരക്ഷിതമായി സേഫായി കൈകാര്യം ചെയ്യാവുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനെ പറ്റിയാണ് ഈ പറയുന്നത്. അത് യാതൊരു ഇൻ്റർവെൻഷനും ഇല്ലാതെ പ്രകൃതി തന്നെ സുഖപ്പെടുത്തുന്ന ഒരു കണ്ടീഷനാണ് എന്ന് എൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങളോട് സത്യസന്ധമായി സാക്ഷീകരിക്കാൻ എനിക്ക് കഴിയും. അത് എല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ചില സമയത്ത് തന്നെ വന്ന് കൂടിയാകാനും സാധ്യതയുണ്ട്. എൻ്റെ ഈ സെർവിക്കൽ 3 ഡിസ്ക് അങ്ങനെ പ്രൊലാപ്സ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിനുശേഷം ഇത് 1992 സംഭവിച്ച ശേഷം 1996 ആയപ്പോൾ ഞാൻ അന്ന് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൻ്റെ ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവ് കൗൺസിലും ഒക്കെ അംഗമാണ്. ഒരു ദിവസം ഞാൻ മീറ്റിങ്ങിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ, ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശരീരത്തിന് അസ്വസ്ഥതയുണ്ട് എന്ന് അന്നത്തെ ഡയറക്ടറായിരുന്ന VI മാത്തൻ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്ക് അല്പം പ്രയാസമുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് എടുത്ത് എന്നെ MRIക്ക് വിടുകയും MRI എടുത്ത് നോക്കിയപ്പോൾ ഈ അന്ന് പ്രൊലാപ്സ് ചെയ്തു പോയ 3 കാർട്ടിലേജിൽ ഡിസ്കിൽ 2ഉം പരിപൂർണമായി നോർമലായി തീർന്നു എന്ന് കണ്ടുപിടിച്ചു MRIയിൽ കൂടെ. ഒരെണ്ണം അത് ഇപ്പോഴും ആ പ്രശ്നം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ പ്രവർത്തനക്ഷമതയെ അല്പം പോലും അത് ബാധിച്ചിട്ടില്ല, ഇപ്പോഴും ബാധിക്കുന്നില്ല എന്നത്. എന്നാൽ എനിക്ക് പ്രശ്നമുണ്ട്, അത് നല്ലതാണ്. കുറച്ചൊക്കെ പ്രശ്നങ്ങളുള്ളത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹം ഈ പ്രശ്നങ്ങൾ തന്നെ, ശാരീരികമായ പ്രശ്നങ്ങൾ എന്നെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുകൂടെ ഞാൻ പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഇങ്ങനെയുള്ള കഥകൾ അവതരിപ്പിക്കുമ്പോൾ ഇതിനെപ്പറ്റി പശ്ചാത്തലപരമായി അതൊരു അറിവില്ലാത്ത ആളുകൾ കേട്ട ഉടനെ കുരിശ് വരച്ച് ബാറയ്ക്ക് മുഴുവനും അടച്ച് അങ്ങോട്ട് ആളുകൾ ഒഴുകിപ്പോകും. അതൊരു വലിയ വരുമാന മാർഗമായി തീരുമെന്നത് ആർക്കാണ് അറിയാൻ വയ്യാത്തത്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ വഴിയൊരുക്കിയത് കേരളത്തിലെ ജനം, ഈ നല്ലവനായ ഉമ്മൻചാണ്ടി ആജീവനാന്തം അവർക്ക് നൽകിയ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെയും സ്നേഹമസൃണമായ കരുതലിൻ്റെയും ഫലമായി അവർക്ക് അദ്ദേഹത്തോട് തോന്നിയ ആ വലിയ നന്ദി, അത് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ അതിനോട് സഹകരിച്ച് അവരുടെ നന്ദി പ്രകടിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അത് കണ്ടപ്പോൾ സഭയിലുള്ള പണക്കൊതിമാർക്ക് മനസ്സിലായി ഇതിനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റാൻ നല്ല സ്കോപ്പുണ്ട്. ഇതിനേക്കാൾ ലജ്ജാകരമായ ഒരു ചിന്താരീതി നമുക്ക് വിഭാവന ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പറയുന്ന ലോകത്തിലെ എല്ലാ അധർമ്മത്തേക്കാൾ നീചവും അപഹാസ്യവുമായ ഒരു കാഴ്ചപ്പാടാണ് മനുഷ്യൻ്റെ നല്ല വികാരങ്ങളെയും നല്ല അവസ്ഥകളെയും കച്ചവട ചരക്കാക്കാം എന്ന ഈ ഒരു ചിന്ത. ഉമ്മൻചാണ്ടി പുണ്യാളനായിരുന്നില്ല, ആകാനുള്ള ഒരു സാധ്യതയുമില്ല. പിന്നെ ഉമ്മൻചാണ്ടിയോട് ജനത്തിനുള്ള നന്ദിയും സ്നേഹവും കച്ചവടച്ചരക്കാക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ ആത്മീയ കിങ്കരന്മാരെ, ലജ്ജയില്ലാത്ത ഈ കച്ചവടക്കാരെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമേ എനിക്ക് പറയാം. സഹോദരി സഭയായ യാക്കോബ സഭയുടെ പള്ളിയും പറമ്പും പിടിച്ചടക്കിയത് പോരാ, പണക്കൊതി അതുകൊണ്ടും തീരാഞ്ഞ് മരിച്ച ഒരുത്തൻ്റെ ശവം അതിൻ്റെ പുറത്ത് തികച്ചും അസത്യത്തിൻ്റെ കല്ലുകൾ പെറുക്കി വെച്ച് അവിടെ ആളുകളെ കൊണ്ട് കള്ളസാക്ഷ്യം പറഞ്ഞ് ഒരു കച്ചവടം, അന്ധവിശ്വാസത്തിൻ്റെ ചന്ത ആരംഭിക്കാനായി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംരംഭത്തെ സംഘടിതമായി ഈ കേരളത്തിലെ ജനം പരാജയപ്പെടുത്തുവാൻ അവർക്കൊരു കടമയുണ്ട് എന്ന് ഞാൻ ഈശ്വരനാമത്തിൽ എല്ലാവരോടും അറിയിക്കുകയാണ്. ഇതിനോട് സമമായൊരു സംഭവം നെയ്യാറ്റിൻകര നടന്ന ഞങ്ങൾക്കറിയാം. ഗോപൻ സ്വാമി സമാധിയിലായി എന്ന് വളരെ പ്രമാദമായ ഒരു ന്യൂസ് വന്നു. അദ്ദേഹത്തെ ആരും അറിയാതെ കൊണ്ട് ഇരുത്തി അടക്കി. നാട്ടുകാർക്ക് സംശയമായി അവർ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ അത് പരിശോധിക്കാൻ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അതിനെ ഏറ്റവും ശക്തമായി ആ കുടുംബം എതിർത്തു. എങ്കിലും അത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമായി.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിക്കുന്നതിന് മുൻപ് ഗോപൻ സ്വാമിയുടെ തലയ്ക്ക് മുഖത്തുമൊക്കെ മുറിവുകളേറ്റിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെയാണോ അദ്ദേഹം മരിച്ചത്, ഇത് പ്രകൃതിവിരുദ്ധ മരണമാണോ എന്ന് നിശ്ചയിക്കാൻ വയ്യ. ഇനിയും കെമിക്കൽ എക്സാമിനേഷൻ റിസൾട്ട് കൂടെ വന്നെങ്കിലേ തീരുമാനിക്കാനൊക്കത്തുള്ളൂ. എൻ്റെ അറിവിൽ ആ റിസൾട്ടിനെ ആസ്പദമാക്കി പിന്നൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയ ശരീരം വീണ്ടും കൊണ്ടുവന്ന വലിയ സന്നാഹത്തിൻ്റെ അകമ്പടിയോടുകൂടെ അദ്ദേഹത്തെ സമാധിയിൽ നിന്ന് മഹാസമാധിയിലേക്ക് പ്രൊമോട്ട് ചെയ്ത കഥയും നമുക്കറിയാം. പക്ഷേ അവിടെ വേണ്ടതുപോലെ ക്ലച്ച് പിടിച്ചില്ല. അതിൻ്റെ അർത്ഥം അന്ധവിശ്വാസം മാർക്കറ്റ് ചെയ്യുന്നതിൽ ഹിന്ദുക്കളെക്കാൾ ക്രിസ്ത്യാനികൾ മുമ്പിലാണ് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് കത്തോലിക്കരും ഓർത്തഡോക്സ് സഭയുമാണ് എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇത് ഒരു ക്രിസ്ത്യൻ വിശ്വാസി എന്ന നിലയിൽ എൻ്റെ തൊലി ഉരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എനിക്ക് പ്രദാനം ചെയ്യുന്നത്. യേശുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞ് പണക്കൊതി കൊണ്ട് മനുഷ്യരുടെ പോക്കറ്റടിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുപ്പായ തൊഴിലാളികളെ കാണുന്നിടത്ത് കാർക്കിച്ച് തുപ്പണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത്, മനുഷ്യനെ മൊണ്ണയാക്കുന്നതിലൊരു അതിര് വേണം. വാസ്തവത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ അവസ്ഥയാണ്. അവർക്കറിയാം ഈ കാണിക്കുന്നത് മുഴുവനും ശുദ്ധ അസംബന്ധമാണെന്ന് അവർക്കറിയാം. അവരെന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? പ്രത്യേകിച്ച് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച ചാണ്ടി ഉമ്മൻ ഇപ്രകാരം നിശബ്ദത പാലിക്കുന്നതിൽ എനിക്ക് അസഹനീയമായ നിരാശയും ധർമ്മരോഷവുമുണ്ട്. ഞാൻ ചാണ്ടി ഉമ്മനോട് പറയുകയാണ്, നിനക്ക് അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ, സത്യസന്ധതയുടെ ഒരു കിരണം നിന്നിലുണ്ടെങ്കിൽ, നിനക്ക് സാമാന്യ മനുഷ്യത്വത്തിൻ്റെ വിദൂര ഛായയുണ്ടെങ്കിൽ, ഈ അന്ധവിശ്വാസ ചന്ത നിൻ്റെ അപ്പൻ്റെ പേരിൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തെ സർവശക്തിയും ഉപയോഗിച്ച് ചെറുക്കുകയും ഇത് അതിൻ്റെ നാമ്പോടെ നുള്ളിക്കളയുകയും ചെയ്യണം. നിൻ്റെ അപ്പനെ പൊതുവായി അപമാനിച്ച പള്ളിയാണിത്, സഭയാണിത്. അവരുടെ കയ്യിലെ കഴുകൻ കൊത്തിപ്പറിക്കുന്ന ശവത്തെ പോലെ ആരാധ്യനായ നമ്മുടെ ഏവരുടെയും സ്നേഹമർഹിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെ, നിൻ്റെ വാത്സല്യമേറിയ പിതാവിനെ ഉപേക്ഷിക്കരുത്, കൈയൊഴിയരുത്. ആ മനുഷ്യനോട് നീതി കാട്ടണം. ഈ കിങ്കരന്മാരുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരിനെയെങ്കിലും നീ രക്ഷിക്കണം. അല്ലെങ്കിൽ ആ മനുഷ്യന് ഇങ്ങനെയൊരു പുത്രൻ ഉണ്ടായതും ഇല്ലായതും ഉണ്ടാകാത്തതെല്ലാം ഒരുപോലെയാണ്. അതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്? നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ക്രിസ്ത്യൻ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഈ അന്ധവിശ്വാസ ചന്ത നിങ്ങൾ എല്ലാവരും ചേർന്ന് ബഹിഷ്കരിക്കുകയും പണക്കൊതി കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഈ പുരോഹിത വർഗത്തിൻ്റെ ചവിട്ട് നാടകങ്ങൾ നിങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്യണം. അത് നിങ്ങളുടെ കടമയായി നിങ്ങൾ മനസ്സിലാക്കണം, സ്വീകരിക്കണം. ഇനിയും എൻ്റെ ഒരേ ഒരു ഭയം, ഇപ്പോൾ VS അച്യുതാനന്ദൻ മരിച്ചു. ഉമ്മൻചാണ്ടി സാറിൻ്റെ അന്ത്യയാത്രയ്ക്ക് ലഭിച്ചതുപോലെ ഉള്ള ആവേശപ്രകടിതമായ ഒരു യാത്രയാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ഇതിലും ഒരു കച്ചവടം കണ്ടിട്ട് ഈ ഓർത്തഡോക്സ് സഭ VS അച്യുതാനന്ദൻ്റെ ശവവും കൈക്കലാക്കുമോ എന്നൊരു ഭീതി എനിക്കുണ്ട്. VS പുണ്യാളൻ എന്ന പേരിൽ അടുത്ത അന്ധവിശ്വാസ ചന്ത തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് VS അച്യുതാനന്ദൻ്റെ ശവസംസ്കാര സംബന്ധമായ ചുമതലയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓർത്തഡോക്സ് സഭയിലെ കഴുകന്മാരെ ഇതിൻ്റെ അടുത്ത് വരാൻ നിങ്ങൾ സമ്മതിക്കരുത്. വളരെ സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്. ഏവർക്കും നമസ്കാരം.